ആപത്തിൽപ്പെട്ട വന്യമൃഗങ്ങളെ രക്ഷപ്പെടുത്തി പുനരധിവസിപ്പിക്കുന്ന റിലയൻസ് ഫൗണ്ടേഷന്റെ സംഘടനയാണ് വൻതാര. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡയറക്ടർ അനന്ത് അംബാനിയാണ് വൻതാരയുടെ സ്ഥാപകൻ. ഇപ്പോഴിതാ 20 ആനകളെ കൂടി വരവേൽക്കാനൊരുങ്ങുകയാണ് വൻതാര. അരുണാചൽ പ്രദേശിലെ തടി വ്യവസായ മേഖലയിൽ ചൂഷണത്തിനിരയായി കഴിയുന്ന 20 ആനകളെയാണ് വൻതാരയുടെ നേതൃത്വത്തിലുള്ള സംഘം രക്ഷപ്പെടുത്തിയത്. 10 കൊമ്പനാന, 8 പിടിയാന, 2 കുട്ടിയാനകൾ എന്നിവയടങ്ങുന്ന സംഘത്തെയാണ് വൻതാരയിലെത്തിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുര ഹൈക്കോടതി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ആനകളുടെ നിലവിലെ ഉടമസ്ഥരുടെ സമ്മതത്തോടെയാണ് അവയെ വൻതാരയിലെത്തിക്കുന്നത്. വൻതാരയിലെത്തുന്ന ആനകൾക്ക് ഇനി ചങ്ങലകളില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 10 വയസ്സുള്ള ലക്ഷ്മി എന്ന ആനയും ഇക്കൂട്ടത്തിലുണ്ട്. പിൻകാലിൽ ഗുരുതരമായി മുറിവേറ്റ ലക്ഷ്മിയുടെ വലത് ചെവിയിലും മുറിപ്പാടുകളുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. മായ എന്ന 2 വയസ്സുള്ള കുട്ടിയാനയെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൂപ്പുകളിലെ വിശ്രമമില്ലാത്ത ജോലി കാരണം ആരോഗ്യസ്ഥിതി മോശമായ അവസ്ഥയിലാണ് മായയുടെ അമ്മയായ റോങ്മോത്തി എന്ന പിടിയാന. രാമു എന്ന കൊമ്പനാനയെയും രക്ഷാപ്രവർത്തനത്തിനിടെ കണ്ടെത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ കണ്ടെത്തിയ ബാബുലാൽ എന്ന കൊമ്പനാനയുടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ബാബുലാലിന്റെ വാലിലുണ്ടായ മുറിവിൽ നിന്നും രക്തമൊഴുകുകയായിരുന്നു. ചങ്ങലയിലായിരുന്ന ബാബുലാൽ വളരെ അവശനായാണ് കാണപ്പെട്ടതെന്നും രക്ഷാപ്രവർത്തകർ പറഞ്ഞു. അതേസമയം ആനകൾക്ക് ആജീവനാന്ത പരിചരണം നൽകുന്നതിനൊപ്പം ഇവയുടെ ഉടമകൾക്കും പാപ്പാന്മാർക്കും ഉപജീവന മാർഗം വൻതാര വാഗ്ദാനം ചെയ്യുന്നു. ആനപ്പാപ്പാന്മാർക്ക് മികച്ച പരിശീലനം നൽകാനും വൻതാര പദ്ധതിയിടുന്നു. ആനകളെ പരിപാലിക്കുന്നതിനായുള്ള ശാസ്ത്രീയ രീതികളെപ്പറ്റി പാപ്പാന്മാർക്ക് പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. നിലവിൽ ആനകളെ വൻതാരയിലേക്ക് എത്തിക്കാനായി ഗുജറാത്ത് വനം വകുപ്പിൽ നിന്ന് NOC രേഖകൾ വാങ്ങിയിട്ടുണ്ട്. കൂടാതെ അരുണാചൽ പ്രദേശ് വനം വകുപ്പിൽ നിന്ന് ട്രാൻസ്പോർട്ട് പെർമിറ്റും ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിലാകും ആനകളെ ജാംനഗറിലുള്ള വൻതാരയിലെത്തിക്കുക. നിരവധി വിദഗ്ധരും മൃഗഡോക്ടർമാരും ആംബുലൻസ് ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ള സംഘം ആനകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി യാത്രയിലുടനീളം ഉണ്ടാകുമെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു.